പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം അധ്യായം 1 വാക്യം 1. ക്രിസ്തു യേശുവിലുള്ള ജീവന്റെ വാഗ്ദത്തപ്രകാരം ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് പ്രിയ മകനായ തിമോത്തിയോസിന് എഴുതുന്നത്. നാം ജനിച്ചതും ജീവിക്കുന്നതും ദൈവത്തിൻ്റെ ഇഷ്ടം നിമിത്തമാണ്. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ഇടമില്ലെന്നല്ല, പ്രാധാന്യമില്ലെന്നല്ല. നാം ജനിച്ചത് നമ്മുടെ ഇഷ്ടത്താലല്ല, ദൈവം നൽകിയ അവസരമാണ്. നമ്മുടെ ആയുസ് എത്രയെന്നതും ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവം തൻ്റെ പുത്രനെ നമ്മുടെ രക്ഷയ്ക്കായി നൽകിയതും തിരുഹിതമല്ലാതെ മറ്റെന്താണ്? ആ ഇഷ്ടത്താലാണ് നാം വീണ്ടും ജനിച്ചതും. എന്നാൽ ദൈവം ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളുമുണ്ട്. നാം പാപികളായി ജീവിക്കുന്നതോ പാപം ചെയ്യുന്നതോ നിത്യനരകത്തിൽ പോകുന്നതോ അവിടുന്ന് ഇഷ്ടപ്പെടുന്നില്ല. ആകയാൽ ദൈവം നമുക്ക് സ്വതന്ത്ര ഇച്ഛ നൽകി ശരിയായത് തിരഞ്ഞെടുക്കാൻ, ദൈവത്തിൽ വിശ്വസിക്കാനൊക്കെ വേണ്ടിയാണ് ഈ സ്വതന്ത്ര ഹിതം നൽകിയത്. എന്നാൽ മിക്ക മനുഷ്യരും ഈ അവകാശം ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ സ്വയം പാപത്തിൽ പതിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് കൂടെ പറയുന്നു. ഒരിക്കൽ കഠിനപാപിയും ദൈവസഭയെ ഉപദ്രവിച്ചവനുമായ പൗലോസ് ദൈവത്തിൻ്റെ വെളിപ്പാട് ലഭിച്ചപ്പോൾ ശരിയായ തെരഞ്ഞെടുപ്പിന് സ്വയം സമർപ്പിച്ചു. ദൈവം നൽകിയ രക്ഷയുടെ അവസരം വിനിയോഗിച്ചു. അങ്ങനെ തനിക്ക് യേശുവിൻ്റെ ദാസനാകുവാൻ, ദൈവ പൈതലാകാൻ അവസരം ലഭിച്ചു. ദൈവേഷ്ടത്തിൽ അദ്ദേഹം സ്വർഗീയ അനുഗ്രഹങ്ങൾക്ക് അവകാശിയായി. മാത്രമല്ല, ദൈവസഭയുടെ ശുശ്രൂഷയ്ക്ക് അപ്പോസ്തലൻ എന്ന പദവിയും ദൈവം നൽകി. യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി തുടർന്നുള്ള ആയുസ് മുഴുവൻ വൻകരകളിൽ സുവിശേഷത്തിൻ്റെ നാവായി. യേശുക്രിസ്തുവിലുള്ള ജീവന്റെ വാഗ്ദത്തപ്രകാരമാണ് അദ്ദേഹത്തിന് ഈ ശുശ്രൂഷ ദൈവം നൽകിയത്. നാം പ്രാപിച്ച ആത്മീയ ജീവനിൽ ദൈവത്തിനായി പ്രവർത്തിക്കാൻ, സുവിശേഷത്തിൻ്റെ നാവാകാൻ ദൈവഹിതത്താൽ അവകാശം നൽകിയിരിക്കുന്നു. ഓരോരുത്തരുടെയും ദൗത്യങ്ങൾ വ്യത്യസ്തമാകാം. എന്നാൽ നാം ഒരുമിച്ച് ചെറുതും വലുതുമായ ദൗത്യങ്ങൾ നിർവഹിക്കുമ്പോൾ അനേകർ ദൈവരാജ്യത്തിലേക്ക് നയിക്കപ്പെടും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.